നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ സംഘർഷ ഭൂമിയിൽ വീണ്ടും ആശങ്കകളുടെ ഇരുട്ട് കനക്കുകയാണ്. ഇതിനകം തന്നെ ഇസ്രയേൽ ഇറാൻ ബന്ധം കടുത്ത വൈരത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സംഘർഷത്തിൽ ഇനി ഒരു പുതിയ അധ്യായം കൂടി തുറന്നിരിക്കുകയാണ്. യമനിലെ ഹൂതി വിമത സംഘടനയുടെ തുറന്ന ഇടപെടൽ. ശനിയാഴ്ച ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതോടെ ഈ സംഘർഷം പ്രാദേശികതയുടെ പരിധി കടന്ന ഒരു വിശാല യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കകൾ ഉയരുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ഇതിനകം തന്നെ ചെങ്കടൽ മേഖലയിൽ കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരിട്ട് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട മിസൈൽ ആക്രമണം ഈ സഖ്യത്തിന്റെ യുദ്ധതന്ത്രത്തിൽ വലിയ മാറ്റം സൂചിപ്പിക്കുകയാണ്. ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളിൽ ഒന്നിനെ നിർവീര്യമാക്കിയെങ്കിലും ഈ ആക്രമണം തന്നെ വലിയ ഭീഷണിയുടെ സന്ദേശമാണ് നൽകുന്നത്. യുദ്ധം ഇനി പല ഫ്രണ്ടുകളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത. ഇത് വെറും ഇസ്രയേൽ ഇറാൻ സംഘർഷം മാത്രമല്ല, ഇതിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും ശക്തമായി പ്രകടമാണ്. അതേസമയം ചെങ്കടൽ വഴി ലോക വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായ സൂയസ് കനാലിനടുത്തുള്ള സുരക്ഷാ സാഹചര്യവും ആശങ്കാജനകമാകും. ആഗോള വ്യാപാരത്തിന് നിർണായകമായ ഈ കടൽപാതയിൽ യുദ്ധം വ്യാപിച്ചാൽ അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതം ലോകമെമ്പാടും അനുഭവപ്പെടും. ഈ സാഹചര്യത്തിൽ ഹൂതികളുടെ ഇടപെടൽ ഒരു ടേണിംഗ് പോയിന്റ് ആകുമോ? യുദ്ധം ഒരു വിശാല മേഖലയിൽ വ്യാപിക്കുമോ? അന്താരാഷ്ട്ര സമൂഹം എങ്ങനെ പ്രതികരിക്കും? ഈ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തേടുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ പ്രധാന വാർത്ത. മധ്യപൂർവേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്നതിന്റെ പുതിയ സൂചനയായി യമനിലെ ഹൂതി വിമത സംഘടനയുടെ തുറന്ന സൈനിക ഇടപെടൽ മാറിയിരിക്കുകയാണ്. ശനിയാഴ്ച ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതോടെ ഇതിനകം തന്നെ ഉത്കണ്ഠയിലായിരുന്ന മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങുകയാണ്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിവരങ്ങൾ പ്രകാരം പ്രയോഗിച്ച മിസൈലുകളിൽ ഒന്നിനെ വിജയകരമായി തകർത്തു. എന്നാൽ ഈ ആക്രമണം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയില്ല എങ്കിലും അതിന്റെ രാഷ്ട്രീയ സൈനിക പ്രതിഫലനം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഹൂതികൾ ഇനി നേരിട്ട് ഇസ്രായേലിനെ ലക്ഷ്യമിടുന്നതോടെ യുദ്ധം യമൻ മുതൽ ഗാസ, ലെബനൻ, ഇറാൻ എന്നിവ ഉൾപ്പെടുന്ന വിശാല മേഖലയിലേക്ക് വ്യാപിക്കുമെന്ന ആശങ്ക ശക്തമാവുകയാണ്. ഇറാന്റെ ശക്തമായ പിന്തുണയുള്ള ഹൂതി വിമതർ കഴിഞ്ഞ മാസങ്ങളിൽ ചെങ്കടൽ മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തിന് നിർണായകമായ ഈ കടൽപാതയിൽ സംഭവിച്ച ആക്രമണങ്ങൾ ഇതിനകം തന്നെ ആഗോള വിപണിയിൽ പ്രതിഫലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നതിലൂടെ ഹൂതികൾ അവരുടെ സൈനിക ശേഷിയും തന്ത്രപരമായ ലക്ഷ്യവും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങൾ ചെങ്കടലിന്റെയും സൂയസ് കനാലിന്റെയും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽ ഗതാഗത പാതകളിൽ ഒന്നായ സൂയസ് കനാൽ വഴി ദിവസേന കോടിക്കണക്കിന് ഡോളറുകളുടെ ചരക്കുകൾ കടന്നുപോകും. ഈ മേഖലയിൽ യുദ്ധം വ്യാപിച്ചാൽ ആഗോള വ്യാപാരത്തിലും എണ്ണവിലയിലും വലിയ ആഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇസ്രായേലും അമേരിക്കയും ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ നീങ്ങുകയാണ്. അമേരിക്കൻ നാവികസേന ഇതിനകം തന്നെ ചെങ്കടൽ മേഖലയിൽ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. ഹൂതികളുടെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കപ്പെടുന്നുണ്ട്. അതേസമയം ഇറാൻ ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്ന ചോദ്യവും അന്താരാഷ്ട്ര തലത്തിൽ ഉയരുകയാണ്. ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ പ്രവേശിക്കുന്നതോടെ ഈ സംഘർഷം ഒരു പൂർണ്ണ പ്രാദേശിക യുദ്ധമായി മാറാനുള്ള സാധ്യതയും നിലവിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇനി യുദ്ധത്തിലേക്ക് കൂടുതൽ വലിച്ചിഴക്കപ്പെടാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഇതിനകം തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ സംഘർഷം വഷളാകുന്നത് ഒഴിവാക്കാൻ എല്ലാ കക്ഷികളോടും ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലനിൽക്കുന്ന അവസ്ഥയിൽ സംഘർഷം കുറയാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഹൂതികളുടെ ഈ നീക്കം ഇറാന്റെ പ്രോക്സി യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. നേരിട്ട് ഏറ്റുമുട്ടാതെ വിവിധ ഗ്രൂപ്പുകൾ വഴി സമ്മർദ്ദം സൃഷ്ടിക്കുന്നതാണ് ഈ തന്ത്രത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഇതിലൂടെ ഇസ്രയേലിനും അമേരിക്കയും നിരവധി ഫ്രണ്ടുകളിൽ ഒരേ സമയം പ്രതികരിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഇസ്രയേൽ ഇതിനകം തന്നെ ഗാസ മേഖലയിൽ സൈനിക നീക്കങ്ങൾ തുടരുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ളയുമായി അതിർത്തിയിൽ ഇടയ്ക്കിടെ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ഹൂതികളുടെ ഇടപെടൽ കൂടി ചേർന്നതോടെ ഇസ്രയേലിന് ഒരേ സമയം 3 പ്രധാന മേഖലകളിൽ സുരക്ഷാ വെല്ലുവിളി നേരിടേണ്ടി വരും. സാമ്പത്തികമായും ഈ സംഘർഷം വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നതോടെ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കുമുള്ള ചരക്ക് നീക്കങ്ങൾ വൈകാനും ചെലവ് കൂടാനും സാധ്യതയുണ്ട്. ഇതിന്റെ പ്രതിഫലനം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിപണികളിലും അനുഭവപ്പെടാനിടയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സംഘർഷം എത്രത്തോളം വ്യാപിക്കുമെന്നത് അനിശ്ചിതമാണ്. എന്നാൽ ഹൂതികളുടെ നേരിട്ടുള്ള ഇടപെടൽ യുദ്ധത്തിന്റെ ഗതിയിൽ വലിയ മാറ്റം വരുത്തി എന്നത് വ്യക്തമാണ്. അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രതികരണം ഈ മേഖലയിലെ ഭാവിയെ നിർണ്ണയിക്കും. മധ്യപൂർവേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.